മുബഷീർ പി അക്ബറാണ് മന്ത്രിയോട് സംസാരിച്ചത്. മുബഷീർ, മന്ത്രി പറയുന്നത് കൃത്യമായ കാര്യമാണ്. അതായത് തെരച്ചിലിന് പോകുന്നവർ കുടുങ്ങിക്കിടക്കുന്നു, പിന്നീട് അവരെ രക്ഷിക്കാനായി മറ്റൊരു ടീം പോകേണ്ട സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിലും തുടരേണ്ട ഒരു സാഹചര്യമുണ്ടെന്നാണോ ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തിയത്? നിശ്ചയമായും സുജയ, അത്തരമൊരു തീരുമാനം തന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന് ശേഷം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നത്. വെള്ളിയാഴ്ച വരെ ചാലിയാർ കേന്ദ്രീകരിച്ച് തെരച്ചിൽ തുടരും, അതിന് നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ തെരച്ചിൽ ഉണ്ടാകുമെന്നായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു മന്ത്രി ഇന്ന് സ്വതന്ത്രദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ SP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ യോഗം ചേരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് ചാലിയാറിൽ സജീവമായ തിരച്ചിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചാലിയാറിലെ മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ച് തന്നെ തിരച്ചിലുണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മുണ്ടേരി ഇരുട്ടുകുത്തി ഭാഗത്തൊക്കെ തന്നെ ചാലിയാർ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു, ജലനിരപ്പ് കുറഞ്ഞു വന്ന സാഹചര്യത്തിൽ പുഴയോട് ചേർന്ന ഭാഗങ്ങളിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രദേഹങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയ സാഹചര്യം ഉൾപ്പെടെയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല മേഖലകളിലായി ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ശരീരഭാഗങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദിവാസികൾ ഉൾപ്പെടെ ഇത് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ആ നിലയിലുള്ള തിരച്ചിൽ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. നേരത്തെ സുജയ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം SDPI പോലുള്ള സന്നദ്ധ പ്രവർത്തകർ വനത്തിനുള്ളിൽ തിരച്ചിലിടെ കുടുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് അക്കാര്യത്തിൽ പറഞ്ഞിരുന്നത് ഒരു നിശ്ചിത സമയത്തിന് ശേഷവും അവർ വനത്തിൽ നിന്നും പുറത്തു വരാത്തൊരു സാഹചര്യത്തിലായിരുന്നു അവർ അവിടെ കുടുങ്ങിയത്. ബോധപൂർവം അവർ വനത്തിനുള്ളിൽ നിന്നതായിരുന്നു എന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. തുടർന്ന് ഒരു ദിവസം രാത്രി പൂർണ്ണമായും അവരവിടെ ചെലവഴിച്ച ശേഷം തൊട്ടടുത്ത ദിവസം അവരുടെ സംഘടനയിൽ തന്നെപ്പെട്ട ആളുകൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഭീഷണി ഉണ്ടാകുന്ന രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനത്തിന് മുതിരരുത് എന്നൊരു കൃത്യമായ നിലപാട് കൂടി മന്ത്രി കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പല ഇടങ്ങൾ, വിശേഷിച്ചും ഇരുട്ടുകുത്തി, കുമ്പളപ്പാറ പോലെയുള്ള മേഖലകൾ കഴിഞ്ഞ് ഉൾവനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിയ അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലകളുണ്ട്. വന്യമൃഗങ്ങളുടെയൊക്കെ തന്നെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക തിരച്ചിൽ സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാകണം സന്നദ്ധ പ്രവർത്തകരും പ്രവർത്തിക്കേണ്ടത്, തിരച്ചിലിനിറങ്ങേണ്ടത് എന്നൊരു നിർദ്ദേശവും മന്ത്രി ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ളതാണ്. കാരണം ചാലിയാർ പുഴയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു, കുത്തൊഴുക്കുണ്ടായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് മഴ പെയ്ത സാഹചര്യത്തിൽ പുന്നപ്പുഴയിലൂടെ അതിശക്തമായി വെള്ളം ഒഴുകി വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ചുരൽമല ഭാഗത്തെ താൽക്കാലികമായി നിർമ്മിച്ചിരുന്ന പാലമൊക്കെ തന്നെ തകർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചാലിയാർ പുഴയിലേക്കും എത്തി. ആ ഭാഗത്തുകൂടെ പുഴ അതിശക്തമായി ഒലിച്ചുപോയ സാഹചര്യത്തിലായിരുന്നു ഈ സന്നദ്ധ പ്രവർത്തകർ പുഴയുടെ മറുകരയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുഴ ശക്തമായ കുത്തൊഴുക്ക് സാധ്യത മുന്നിൽ കണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ സന്നദ്ധ പ്രവർത്തകരോട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില ആളുകൾ വനത്തിൽ തന്നെ തുടരുന്ന സാഹചര്യമുണ്ടായി. അത് ഇത്തരത്തിൽ വനത്തിൽ കുടുങ്ങിയ സന്നദ്ധ പ്രവർത്തകർ എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതുകൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോൾ മന്ത്രി അത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ചാലിയാർ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള തിരച്ചിൽ നടത്തിയിട്ടില്ല. നാളെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഊർജിതമായ തിരച്ചിൽ പ്രാദേശിക തലത്തിലും ആദിവാസികളുടെ സഹായത്തോടു കൂടി തന്നെ ഉണ്ടാകും. മറ്റു സന്നദ്ധ പ്രവർത്തകരുടെയും സഹായം ഇക്കാര്യത്തിൽ തേടും. അവരൊന്നും തന്നെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ടുള്ള തിരച്ചിലേക്ക് കടക്കരുത് എന്നുള്ളത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ചാലിയാർ ഇരുട്ടുകുത്തി മുതൽ വാഴക്കാട് വരെയുള്ള 70 കിലോമീറ്ററും ദൂരപരിധിയിൽ കഴിഞ്ഞ 14 ദിവസത്തോളം തിരച്ചിൽ നടത്തിയതെന്നായിരുന്നു 70-ലധികം മൃതശരീരങ്ങളും അതുപോലെ തന്നെ ജീവനറ്റ ശരീരങ്ങളുടെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ടത്തിൽ ശക്തമായ കുത്തൊഴുക്കിൽ ഒലിച്ചു വന്ന ശരീരഭാഗങ്ങളൊക്കെ തന്നെ വിവിധ ഭാഗങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആദിവാസികൾ ഇത് പറയുന്നുമുണ്ട്. കാരണം പല ഇടങ്ങളിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകുന്നുണ്ട്. തെരുവ് നായ്ക്കളൊക്കെ തന്നെ ചിലയിടങ്ങളിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പുഴയുടെ ജലനിരപ്പ് കുറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലേക്ക് JCBയോ അല്ലെങ്കിൽ മറ്റു യന്ത്ര സാമഗ്രികളോ കൊണ്ടുവന്ന് ആഴത്തിൽ കുഴിച്ചെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനക്കാവും ഇനി പ്രാധാന്യം നൽകുക എന്നുള്ളത് തന്നെയാണ്. നാളത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള തിരച്ചിലായിരിക്കും ഈ ഒരു മേഖലകളിൽ ഉണ്ടാവുക. സുജയ.